So this is a topic that is important topic for the second module. That is dimensional analysis. Dimensional analysis ആണ് സെക്കൻഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്. ഓക്കെ, സോ dimensional analysis, its name indicates that the analysis of dimension or analysis with the dimension. ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്തുന്നതിനെയാണ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡയമെൻഷൻ എന്നുള്ള ചോദ്യം. ഡയമെൻഷൻ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പ്ലസ് ടു പഠിച്ച കാര്യമൊക്കെയാണ്. അത് വരുമ്പോൾ പറയാം. So it is used as a mathematical technique. Dimension analysis is a mathematical technique which make use of study of dimension for solving engineering problems. നമ്മളെ പണ്ട് പഠിച്ച ഡയമെൻഷൻസ് ഒക്കെ ഇല്ലേ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചറിന് ടി, ലെങ്ത്തിന് എൽ, ടൈമിന് സെക്കൻഡ് കൊടുത്ത് അത് ടി കിട്ടും. അപ്പം അങ്ങനെ ലെവലെത്തിയിട്ട് നമ്മൾ മാസിന് എം, ക്യാപിറ്റൽ എം, എന്നിട്ട് MLT⁻⁻1 അല്ലെങ്കിൽ L³ L² എന്നൊക്കെ പഠിച്ചിട്ടുള്ള ഡയമെൻഷൻ പണ്ട് ഫിസിക്സിൽ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത് 7 ക്വാണ്ടിറ്റീസ്, ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഓർമ്മ ഉണ്ടായില്ലേ പണ്ട് MLT⁻⁻1 ഫിസിക്സിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ ആയിട്ട് പ്ലസ് ടുവിൽ. അപ്പോൾ അതാണ് ഡയമെൻഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിലെ ഡയമെൻഷൻസ്. ഓക്കെ, so it is a dimensional analysis, a mathematical technique which makes use of a study of dimension for solving engineering problems. അതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒക്കെ ഡയമെൻഷൻസ് പ്രോബ്ലം ആണ്. ഇതൊക്കെ ഡയമെൻഷനാണ്. ഇതെന്തിൻ്റെ ഡയമെൻഷനാണ്? മാസ് = M എന്നുള്ളത് മാസിൻ്റെ ഡയമെൻഷനാണ് എം. ഇപ്പോൾ ടെമ്പറേച്ചറിന് ടി എന്നുള്ളത് ടെമ്പറേച്ചറിനല്ല, അവിടെ ടൈമിനാണ് ടി വരുന്നത്. ടെമ്പറേച്ചറിന് തീറ്റയാണ് വരുന്നത്. അപ്പം ടൈമിന് ടി, ലെങ്ത്തിന് എൽ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രത്യേക ഡയമെൻഷൻ ഉണ്ടല്ലോ, ഡയമെൻഷണൽ വേരിയബിൾ അല്ലേ. അപ്പോൾ അത് വരുന്ന വേരിയബിൾ ഉണ്ടല്ലോ, മാസാണ് എമ്മിന് വരുന്നത്. അപ്പോൾ ആ വേരിയബിൾ അതൊക്കെ ഡയമെൻഷനുള്ള വേരിയബിൾസ് ആണ്. സോ കമ്പൈൻ ഡയമെൻഷണൽ വേരിയബിൾസ് ടു ഫോം നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ്. ഡയമെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യോജിപ്പിച്ചുകൊണ്ട് പുതിയ നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഇക്വേഷൻ്റെ ആ ഒരു ഡയമെൻഷണൽ ഹോമോജിനിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുന്നത്. ഫോർ അനലൈസിങ് ഫ്ലോ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നുള്ള ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ്റെ ഇക്വേഷൻ ടു ടെസ്റ്റ് ദ ഇക്വേഷൻ വെദർ ഇറ്റ് ഈസ് ഡയമെൻഷനലി ഹോമോജിനസ് ഓർ നോട്ട്. ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ ഹോമോജിനസ് ആണോ അല്ലോ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യാം. 2-3 വേരിയബിൾസ് ആഡ് ചെയ്തിട്ട് പുതിയൊരു ഡയമെൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യാം. അങ്ങനെ ഡയമെൻഷൻ ഉപയോഗിച്ച് അനാലിസിസ് നടത്തുന്നതിനെയാണ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഫോർ അനലൈസിങ് ഫ്ലോ പ്രോബ്ലംസ് ഫോർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇപ്പോൾ യൂസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടു ടെസ്റ്റ് ഡയമെൻഷൻ ഹോമോജിനിറ്റി, ടു ഡെറൈവ് ഇക്വേഷൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ്. പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ, പുതിയൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള ഇക്വേഷൻ്റെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ശരിയാവും. അപ്പോൾ അതിനു മുമ്പ് വാട്ട് ഈസ് നമ്മൾ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അതെന്താണെന്ന് നോക്കണം അല്ലേ. അതറിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ അതിനു മുമ്പ് ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മുമ്പേ പഠിച്ചിരുന്ന ഡയമെൻഷൻസ് ആണ്. ഫിസിക്സിലൊക്കെ പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിരുന്ന ഡയമെൻഷൻസ് ആണ് എനിക്കിവിടെ കാണിക്കാനുള്ളത്. സോ ദർ ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ജോമെട്രിക് ക്വാണ്ടിറ്റീസ്, കൈനമാറ്റിക് ക്വാണ്ടിറ്റീസ്, ഡൈനാമിക് ക്വാണ്ടിറ്റീസ്, തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിരുന്നത്. റൈറ്റ്. അതിൻ്റെ സിമ്പിൾ, മാസിൻ്റെ സിമ്പിൾ എം ആണ്. ആൻഡ് യൂണിറ്റ് ഈസ് കിലോഗ്രാം. അതുകൊണ്ട് തന്നെ മീറ്റർ കിലോഗ്രാമിലായതുകൊണ്ട് തന്നെ എം, ക്യാപിറ്റൽ എം ഈസ് ഡയമെൻഷൻ. ഡയമെൻഷൻ ഈ 4 ടൈപ്പ് ഡയമെൻഷൻ മാത്രമേ എന്തിനും വരുള്ളൂ. MLT തീറ്റ. കിലോഗ്രാം ഉള്ളത് ഇക്വേഷൻ കൊടുക്കുന്നത് ക്യാപിറ്റൽ എം മാസ്. എം വരുന്ന മീറ്ററിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ. ടൈം മെഷർ ചെയ്യുന്ന സെക്കൻഡ്സിലാണ്, ഡയമെൻഷൻ ഈസ് ക്യാപിറ്റൽ ടി. ടെമ്പറേച്ചർ കെൽവിനിലാണ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാണ്, അതിന്റെ തീറ്റ. റൈറ്റ്. അപ്പോൾ MLT തീറ്റ എന്നീ 4 ഡയമെൻഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് തന്നെയാണ് താഴെ ഓരോ ഇക്വേഷനും വരുന്നത്. സോ ഏരിയയിൽ എന്താണ്? ജോമെട്രിക് ക്വാണ്ടിറ്റി. ഏരിയയിൽ എന്താണ്? ഏരിയ എ ആണ്. ക്യാപിറ്റൽ സിമ്പിൾ ഈസ് എ. യൂണിറ്റ് എന്നാൽ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മീറ്റർ ഉണ്ട് അല്ലേ, മീറ്ററിന്റെ എൽ ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയറിനാണ് എൽ സ്ക്വയർ. വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ് ആണ്. മീറ്ററിന്റെ എൽ ആണ്. മീറ്റർ ക്യൂബിൻ്റെത് L³ അങ്ങനെയാണ് ഓരോ വെലോസിറ്റി. അടുത്ത വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ
വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് മീറ്ററിന്റെ എൽ പെർ സെക്കൻഡ്, സെക്കൻഡ് ടി. അപ്പോൾ എൽ ബൈ ടി അല്ലേ, എൽ ബൈ ടി. അതെന്താ, ടി മുകളിലേക്ക് വരുമ്പോൾ എൽ ടി റേസ് ടു -1. അങ്ങനെയാണ് മീറ്റർ സെക്കൻഡ് എഴുതുക. അപ്പോൾ ഓരോന്നിനും റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയനെ കുറിച്ച് എവിടെയും പറയുന്നില്ല, അപ്പോൾ റേഡിയനെ 1 ആക്കി എടുക്കാം. റേഡിയനെ കുറിച്ച് എവിടെയും പറയുന്നില്ല, അപ്പോൾ റേഡിയൻ ഈക്വൽ 1. ആംഗുലർ വെലോസിറ്റി മെഷർ ചെയ്യുന്ന റേഡിയൻ പെർ സെക്കൻഡിലാണ്. അത് 1 ബൈ സെക്കൻഡ് ടി ആണ്, 1 ബൈ ടി. ദറ്റ് ഈസ് ടി മുകളിലേക്ക് എടുക്കുമ്പോൾ t-1. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഓരോരോ ഡയമെൻഷൻ ഉണ്ട് അല്ലേ. ഓരോരോ ഇക്വേഷനും എന്തൊരു ക്വാണ്ടിറ്റീസിനും വലിയ ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ഡയമെൻഷൻ എങ്ങനെ വരുന്നത് നോക്കി നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയോ നമുക്ക് കിട്ടി അല്ലേ. ഇപ്പോൾ എടുത്ത് നോക്കിയേ, ഡെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഒരുപാട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി എടുക്കാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? കിലോഗ്രാം മാസ് ആണ് അല്ലേ. മാസ് ആണെങ്കിൽ ക്യാപിറ്റൽ എം ആണ്. മീറ്റർ ക്യൂബ് എന്താണ്? എൽ ആണ്. എമ്മിന് എൽ ആണ്. അപ്പോൾ മീറ്റർ ക്യൂബ് ആകുമ്പോൾ എൽ ക്യൂബ് ആണ്. ഇറ്റ് ഈസ് ml⁻³ അങ്ങനെ ഡെൻസിറ്റിക്ക് വരുന്നത് ml⁻³. അപ്പോൾ ഓരോ ഇക്വേഷനും അതിൻ്റെ ഓരോ ക്വാണ്ടിറ്റിയും അതിൻ്റെതായ ഡയമെൻഷൻ ഉണ്ട്. ഇതൊക്കെ പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യമാണ്, അധികം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെ ഓരോരോ ക്വാണ്ടിറ്റി അടിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ബട്ട് ഈസ് ഡയനാമിക് ക്വാണ്ടിറ്റീസ്, ഫോഴ്സ്, ഡെൻസിറ്റി, സ്പെസിഫിക് ഡയനാമിക് വെലോസിറ്റി, അതൊക്കെ ഡയനാമിക് ക്വാണ്ടിറ്റീസ് ആണ്. മൂവ് ചെയ്യുമ്പോൾ കാണിച്ച് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ്, തെർമോഡൈനാമിക്സിൽ വരുന്ന ക്വാണ്ടിറ്റീസ്. ഹീറ്റ്, തെർമോ കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, ഗ്യാസ് കോൺസ്റ്റന്റ്, തെർമോ ഡിഫ്യൂസിവിറ്റി, എന്തിനും ഡയമെൻഷൻ ഉണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഇതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി? ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ടേം ഇൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എവരി ടേം ഇൻ ഇക്വേഷൻ വെൻ റെഡ്യൂസ്ഡ് ടു ഫണ്ടമെന്റൽ ഡയമെൻഷൻ മസ്റ്റ് കണ്ടെയ്ൻ ഐഡന്റിക്കൽ പവേഴ്സ് ഓഫ് ഈച്ച് ഡയമെൻഷൻ. അതായത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ടേം ഇൻ ഇക്വേഷൻ വെൻ റെഡ്യൂസ്ഡ് ടു ഫണ്ടമെന്റൽ ഡയമെൻഷൻ, ഇക്വേഷൻ നമ്മൾ ഫണ്ടമെന്റൽ ഡയമെൻഷനാക്കി കയറി കഴിഞ്ഞാൽ മസ്റ്റ് കണ്ടെയ്ൻ ഐഡന്റിക്കൽ പവേഴ്സ് ഓഫ് ഈച്ച് ഡയമെൻഷൻ. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എടുക്കുകയാണ്, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ളൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ ഡയമെൻഷൻ നമുക്ക് ആദ്യം അറിയാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇക്വേഷൻ ആണല്ലേ, ടേം ഇൻ ഇക്വേഷൻ വെൻ റെഡ്യൂസ് ടു ഫണ്ടമെന്റൽ ഡയമെൻഷൻ, ഫണ്ടമെന്റൽ ഡയമെൻഷനിലേക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഡെൻസിറ്റി നമുക്കറിയാം എന്താണ്? ml⁻³ ആണെന്ന് അറിയാം. ml⁻³ ആണ് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുക, ഇവിടെ നമ്മൾ കൊണ്ടുവരിക. ഇതാ, അപ്പോൾ നമുക്കറിയില്ല, നമുക്ക് ആദ്യം അറിയുന്ന കാര്യമാണ് കേട്ടോ. നമുക്കത് എടുക്കുന്ന സൈഡിൽ വെക്കും, നമുക്കറിയാം ഡെൻസിറ്റി ഇതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഡയമെൻഷണൽ ഹോമോജിനസ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ ഇക്വേഷൻ. നമുക്ക് ഡെൻസിറ്റിൻ്റെ അറിയാം, എന്ത് ഡെൻസിറ്റി ഇക്വേഷൻ അറിയാം, ml⁻³ ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിൻ്റെ എന്താണ്? എം ഡിവൈഡ് ബൈ വോളിയം. വോളിയത്തിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബ് ആണ് അല്ലേ. വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബാണ്. മീറ്ററിൻ്റെ എല്ലാണ്, മീറ്റർ ക്യൂബിൻ്റെ എൽ ക്യൂബാണ്, എൽ ക്യൂബ്. അപ്പോൾ ഇത് മുകളിലേക്ക് കൊണ്ടുവന്നാൽ എന്താവും? ml⁻³ ഈക്വൽ ടു ml⁻³. അപ്പോൾ ഇതെന്താണ്? ഡയമെൻഷനലി ഹോമോജിനസ് ഇക്വേഷൻ. രണ്ടും ഡയമെൻഷനലി ഹോമോജിനസ് ആണെന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. ഇതാണ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. ഒരു ഇക്വേഷൻ അതിൻ്റെ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ ഡയമെൻഷനിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള സെയിം ഡയമെൻഷൻ്റെ പവർ സെയിം ആയിരിക്കണം. സെയിം അല്ലേ? എമ്മിൻ്റെ ഇവിടെ എത്താ പവർ 1 അല്ലേ. ഇവിടെ എത്ര? എമ്മിൻ്റെ പവർ 1 ആണ്. ഇവിടെ എല്ലിൻ്റെ എന്താണ്? -3 ആണ്. ഇവിടെ എല്ലിൻ്റെ -3 ആണ്. അതാണ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ടേം ഇൻ ഇക്വേഷൻ റെഡ്യൂസ്ഡ് ടു ഫണ്ടമെന്റൽ ഡയമെൻഷൻ മസ്റ്റ് കണ്ടെയ്ൻ ഐഡന്റിക്കൽ പവേഴ്സ് ഓഫ് ഈച്ച് ഡയമെൻഷൻ. പവേഴ്സിന്റെ ഈച്ച് സെയിം ആയ ഡയമെൻഷന്റെ പവേഴ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ml⁻³ കൂടെ ml⁻³ കണ്ടുപിടിച്ചു. അപ്പോൾ അതാണ് ഏതൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആയ ഇക്വേഷൻ മാത്രമാണ് ഡയമെൻഷനലി ഹോമോജിനസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഡയമെൻഷനലി ഹോമോജിനസ് അല്ല. റൈറ്റ്, അതാണ്. ഇൻ എ ഡയമെൻഷനൽ ഹോമോജിനസ് ഇക്വേഷൻ ഓൺലി ക്വാണ്ടിറ്റീസ് ഹാവിംഗ് സെയിം ഡയമെൻഷൻ ക്യാൻ ബി ആഡഡ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആഡ് ചെയ്യണമെങ്കിൽ എന്താ? ഈ ഇക്വേഷൻ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ എമ്മിൻ്റെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. m⁻² L പ്ലസ് m⁻³ അങ്ങനെയൊക്കെ പല കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടേമുകൾ, ഈ എമ്മിൻ്റെ ടേമുകൾ എമ്മിനോട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയമെൻഷൻ ഹോമോജിനസ് ഇക്വേഷനിൽ സെയിം ഡയമെൻഷൻ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പം ഈ ഒരു ml³ ഇൻറ്റു m² എന്നുള്ളത്. അപ്പോൾ എം ഉണ്ട് അല്ലേ. അപ്പോൾ എമ്മിന് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും ഇതിൻ്റെ ഇത് ആഡ് ചെയ്യുക. m1 + 2 3 m3 × l³ അല്ല m³ × l³ ഇങ്ങനെ അല്ലേ. സെയിം ഡയമെൻഷൻ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡയമെൻഷണൽ ഹോമോജിനസ് ഇക്വേഷൻ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ
Okay, what is the application of homogeneity to determine the dimension of physical quantity? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ അല്ലേ. ഇപ്പം നമുക്ക് ഡെൻസിറ്റിൻ്റെ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. ഡെൻസിറ്റിൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മാസ് ബൈ വോളിയം എന്നാണ് ഇക്വേഷൻ നമുക്കറിയാം. മാസിനെ നമുക്കറിയാം, വോളിയത്തിനെ നമുക്കറിയാം, എം അറിയാം, എൽ ക്യൂബ് അറിയാം. സോ അങ്ങനെ ഇത് നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റിൻ്റെ ഡയമെൻഷൻ കിട്ടും അല്ലേ. ടു ഡിറ്റർമൈൻ ഡയമെൻഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹോമോജനിറ്റി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഹോമോജിനസ് ആണോ എന്നോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. റൈറ്റ്, അതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ, ഡയമെൻഷൻ ഹോമോജനിറ്റി. സോ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യും? പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻ ഹോമോജനിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഈ പറയുന്ന ഡയമെൻഷൻ അനാലിസിസ്, ഹൗ ക്യാൻ വി കണ്ടക്ട് ഡയമെൻഷൻ അനാലിസിസ് യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡാണുള്ളത് ഫോർ ഡയമെൻഷൻ അനാലിസിസ്. ഫസ്റ്റ് വൺ ഇസ് Rayleigh method and second one is Buckingham's pi theorem or pi method or pi theorem. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബക്കിംഗ്ഹാംസ് പൈ തിയറാണ്. റെയിലേ മെത്തേഡ് ഉണ്ട്, ബക്കിംഗ്ഹാംസ്, രണ്ടും ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ റെയിലേക്ക് കുറച്ച് ഇതുണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. റെയിലേ മെത്തേഡ് ഹാവ് ഡ്രോബാക്സ്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ബക്കിംഗ്ഹാംസ് പൈ തിയറമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരുപാട് നോൺ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് ആണ് കിട്ടുന്നത്. ഒരുപാട് ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ്, വി ആർ യൂസിങ് സെവറൽ നോൺ ഡയമെൻഷണൽ ഓർ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് ഹിയർ. ഇൻ റെയിലേ മെത്തേഡ് എന്ത് പറയുന്നില്ല, എത്ര നോൺ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് എത്രയുണ്ടെന്ന് അതിൽ കൃത്യമായിട്ട് പറയാനോ കണ്ടുപിടിക്കാനോ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. എത്ര ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടെന്നോ കിട്ടുന്നുണ്ടെന്നോ ഇറ്റ് ഹാസ് നോ എനി അതർ കാൽക്കുലേഷൻസ്. അത് അതിൽ ഡിനോട്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഒരു ഡ്രോബാക്ക് ഉള്ളത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം. ഹിയർ we can get the total number of non-dimensionless quantity or dimensionless quantity. Okay, the Buckingham's pi theorem എന്ന് പറഞ്ഞാൽ it states that if there are n variable, total number of variables, നമ്മൾ ഉപയോഗിക്കുന്ന എത്ര വേരിയബിൾ ഉപയോഗിക്കുന്നുള്ളത്, കുറേ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. എത്ര വേരിയബിൾ ഉപയോഗിക്കുന്നു? if there are n number of variables, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആവാം, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആവാം. if there are n variables in a dimensionally homogeneous equation and if there are contain m fundamental dimensions, m ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എന്താണ്? എം എൽ ടി തീറ്റ അല്ലേ, എം എൽ ടി തീറ്റ അല്ലേ ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഇത് 4 ഉണ്ട്. അപ്പം എം എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ദർ ആർ എം ടൈപ്പ്. ഇവിടെ എം എൽ ടി മാത്രം എടുത്തിരിക്കുന്നത്, തീറ്റ ഉണ്ടെങ്കിൽ എന്താ 4 എണ്ണം അല്ലേ. ഇഫ് ദർ ആർ എം ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് then the variables are arranged into n minus m dimensionless term. n minus m dimensionless term ആയിട്ട് നമുക്കിതിനെ കാണാം ഈ ഇക്വേഷൻ. അപ്പം ഡയമെൻഷനസ് ക്വാണ്ടിറ്റി എത്രയുണ്ട്? n മൈനസ് m ടേംസ് ഉണ്ട് നമുക്ക് പറയാം. അത് നമ്മൾ റെയിലേ മെത്തേഡിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഡ്രോബാക്ക് ഉള്ളത്. സോ ഹിയർ ഇഫ് ദർ ആർ n number of variables used in the equation in a dimensionally homogeneous equation and there are m number of fundamental variables for fundamental dimensions, then there are n minus m numbers of dimensionless terms here. ആ ഡയമെൻഷനസ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൈ ടേമുകളാണ്. പൈ ടേം. Therefore the name, the theorem states that Buckingham's pi method or pi theorem. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൈ, ആ n മൈനസ് എം ഡയമെൻഷൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൈ എന്ന ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഇസ് എ ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ പൈ. ഓക്കെ, പൈ എന്നിട്ട് അതുകൊണ്ടാണ് അതിനെ ബക്കിംഗ്ഹാംസ് പൈ മെത്തേഡ് എന്ന് പറയുന്നത്. If there are n number of variables and there are m number of fundamental dimensions, we can get n minus m dimensionless terms. ഓക്കെ, അത് നമ്മൾ മാത്തമാറ്റിക്കലി കുറച്ച് എഴുതുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായാൽ സിമ്പിളാണ്, മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് വിഷമമാണ്. ജസ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാവുന്നുള്ളൂ. റൈറ്റ്. സോ if any variable x1 depends on the independent variable x2, x3, x4, etc. അതായത് x1 എന്നുള്ള ഡിപ്പെൻഡന്റ് വേരിയബിൾ x2, x3, x4 അങ്ങനെ പോയി x എന്ന വരെയുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വരിക. അതായത് x1 ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് f ഓഫ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് x2, x3, etc. xn എന്ന് വിചാരിക്കുക. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ x1 നമുക്ക് ഈ ഇക്വേഷൻ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് എഴുതാം. എങ്ങനെ? f1 ഓഫ് ഈ x1 അല്ല ഉള്ളത്. അപ്പോൾ f1 ഓഫ് x1 ഉള്ളിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഈക്വൽ ടു 0 ഒന്നും ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. If x1 equal to function of x2, x3, x4, etc. xn, we can also write the equation as f1 of x1 ഉള്ളിലേക്ക് കൊണ്ടുപോകാം, x1, x2, x3, etc. xn equal to 0. Right? ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. So it is a dimensionally homogeneous equation.
ഇറ്റ് ഈസ് എ ഡയമെൻഷനലി ഹോമോജിനസ് ഇക്വേഷൻ. ഇതൊരു ഡയമെൻഷനലി ഹോമോജിനസ് ഇക്വേഷൻ. എത്ര ടേമുകൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര വേരിയബിൾ ഉണ്ട്? 1 2 3 എക്സെട്ര n വേരിയബിൾസ് ഉണ്ട് അല്ലേ? ദർ ആർ n വേരിയബിൾസ് ഹിയർ. If there are n fundamental dimensions, അതിൽ m ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇത് ഉണ്ടെങ്കിൽ, ഇതൊരു n നമ്പർ ഓഫ് വേരിയബിൾസ് ഉള്ള ഒരു ഡയമെൻഷനലി ഹോമോജിനസ് ഇക്വേഷൻ ആണ്. അതിൽ m നമ്പർ ഓഫ് ഫണ്ടമെന്റൽ, അതായത് ഈ ഓരോ ഇക്വേഷൻ ആയിരിക്കും, ഓരോ ടേമുകളായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയ പോലെയാണുള്ളത്. അത് വെലോസിറ്റി, ടെമ്പറേച്ചർ, മാസ് എന്നൊക്കെ എഴുതിയ പോലെയാണ് ഇതുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ടാവും. അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ടോട്ടൽ എം എൽ ടി തീറ്റ ഒക്കെ ആയി വരുന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവും അല്ലേ? ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 3 എണ്ണം ഉള്ളതെങ്കിൽ, അതായത് ഇഫ് നമ്പർ 3 എണ്ണല്ല, എം ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് അവിടെ ഉണ്ടെങ്കിൽ, ദെൻ അക്കോർഡിംഗ് ടു ബക്കിംഗ്ഹാംസ് പൈ തിയറം വി ക്യാൻ റിട്ടേൺ ഇൻ ടേംസ് ഓഫ് പൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പൈ ടേംസിലേക്ക് എഴുതാം. f1 ഓഫ് π1 π2 എക്സെട്ര എത്ര ഉണ്ടാവും? എത്ര ഡയമെൻഷൻസ് ടേം ഉണ്ടാവും? n മൈനസ് എം ഉണ്ടാവും അല്ലേ? n നമ്പർ ഓഫ് വേരിയബിൾസ് ഉള്ള ഒരു ഡയമെൻഷനലി ഹോമോജിനസ് ഇക്വേഷൻ ആണിത്. അതിൽ m നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡയമെൻഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പൈ തിയറം അക്കോർഡിംഗ് ടു ബക്കിംഗ്ഹാംസ് പൈ തിയറം. f1 ഓഫ് π1 π2 π3 എക്സെട്ര പൈ ഓഫ് n മൈനസ് എം അല്ലെ? n മൈനസ് എം ഇക്വൽ ടു ഇത്രയും നോൺ ഡയമെൻഷനൽ ടേം അതിലുണ്ട് എന്ന് പറയാം. ഓക്കെ, അതല്ലേ നമ്മുടെ തിയറം, ബക്കിംഗ്ഹാംസ് പൈ തിയറം. f1 ഓഫ് π1 π2 π3 എക്സെട്ര പൈ ഓഫ് n മൈനസ് എം. അതിൽ ഓരോ പൈ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് പൈ ടേംസ്. പൈ ടേംസ് എന്താണ്? ഡയമെൻഷനൽ ടേംസ് ആണ് അല്ലേ? ഈക്വൽ ടു 0. ഓക്കെ, അത്ര വരെ എടുക്കുക. അപ്പോൾ ഓരോ പൈക്കും ഓരോ ഇക്വേഷൻ ഉണ്ടാവും. പൈ ഈക്വൽ ടു എന്നുള്ളത്, അപ്പോൾ പൈ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഒരു നോൺ ഡയമെൻഷനലൈസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഓരോന്നിനും π1 ഈക്വൽ ടു π2 ഈക്വൽ ടു π3 ഈക്വൽ ടു ഓരോന്നിനും ഇക്വേഷൻ ഉണ്ടാവും. π1 ഈക്വൽ ടു π2 ഈക്വൽ ടു π3 എന്ന ഇക്വേഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഓരോ പൈ ടേമിലും m+1 വേരിയബിൾ ഉണ്ടാവും. ഓരോ ടേമിലും m+1 എത്ര m ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും അതിലെ ടേം ഉണ്ടാവുക. ഇത് മനസ്സിലാവും. അതായത് m+1 ടേമുകളാണ് ഓരോ പൈ ഇക്വേഷൻ ഉണ്ടാവുക. π1 ഈക്വൽ ടു π2 ഈക്വൽ ടു, നമ്മൾ ചെയ്യുന്ന ഇത്ര മാത്രമാണ്. ഇപ്പം π1 π2 π3 എക്സെട്ര πn-1 മതിയില്ലേ? നമ്മൾ ഓരോ π1ന് ഓരോ ഇക്വേഷൻ എഴുതും. എനിക്ക് π1 π2 π3 കണ്ടുപിടിക്കും, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്, അനാലിസിസ് നടത്താൻ വേണ്ടി ചെയ്യുന്നത്. സോ π1 π2 π3 എക്സെട്ര പൈ ഓഫ് n മൈനസ് എം ആണ് നോൺ ഡയമെൻഷനൽ ടേം എങ്കിൽ, ഓരോ π1ൽ എത്ര ഉണ്ടാവും? m+m ടേമുകൾ ഉണ്ടാവും. m എന്താണ്? നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് അല്ലേ? mlt തീറ്റ എന്നെങ്കിൽ 4 എണ്ണം, mlt എന്നാണെങ്കിൽ 3 എണ്ണം, mt എന്നാണെങ്കിൽ 2 എണ്ണം, m എന്നാണ് 1 എണ്ണം, അല്ലെങ്കിൽ t എന്നാണ് ഒറ്റ എടുക്കുന്നത് 1. അപ്പോൾ അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ഓരോ പൈ ടേമിലുള്ള ഒരു എണ്ണം. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിന് ഓരോ π1-നകത്ത് അല്ലെങ്കിൽ ഓരോന്നിൻ്റെ അകത്ത്, ഓരോ പൈ ടേമിനകത്ത് ഉള്ള വേരിയബിൾസിനെ എന്താ പറയുക, നമ്മളൊരു അതിൽ ഇപ്പോൾ ഓരോ പൈ ടേമിലും m+1 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോ പൈയിലും π1 m+1 ഉണ്ട്, π2 m+m ഉണ്ട്. അപ്പോൾ ഓരോന്നിലും എമ്മിൻ്റെ എണ്ണം ഉണ്ടാവുമല്ലോ, ഓരോന്നിലും എമ്മിൻ്റെ എണ്ണം ഉണ്ടാവും. എത്ര എം ഉണ്ടാവും, എത്ര എം ഉണ്ടാവും എന്നപ്പോൾ ആ എമ്മിനെ നമ്മൾ പറയുന്നത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്നാണ്. ഓരോ പൈയിലും വരുന്നതുകൊണ്ട് തന്നെ അതിനെ പറയുന്നത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്നാണ്. ഓക്കെ, ഓരോ പൈയിൽ വരുന്ന റിപ്പീറ്റിംഗ് വേരിയബിൾസ്, ഓരോ പൈൻ്റെ ഉള്ളിലും ഉള്ള ടേമുകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്നാണ്. അപ്പോൾ ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു എക്സാമ്പിൾ x2 x3 x4 എന്നുള്ളതാണ് നമ്മളെ, ഈ 3 എണ്ണമാണ് നമ്മളെ കയ്യിലുള്ള ഒരു ഇതെന്ന് എടുക്കുക, അല്ലെങ്കിൽ a1 b1 എന്തും എടുക്കാം. നമുക്ക് x2 x3 x4 എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ള റിപ്പീറ്റിംഗ് വേരിയബിൾസ്, ഓരോ പൈൻ്റെ അകത്തുള്ള റിപ്പീറ്റിംഗ് വേരിയബിൾസ് എങ്കിൽ, നമുക്ക് ഓരോ π1 ഈക്വൽ ടു π2 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ π1 ഈക്വൽ ടു x2 റേസ് ടു a1, x3 റേസ് ടു മതി, x3 റേസ് ടു b1, x4 റേസ് ടു c1 ഒന്നുണ്ടാവും അല്ലേ? അപ്പം ഒരു 5 ആണ്. π2 നമുക്ക് എങ്ങനെ എഴുതാം? x2 റേസ് ടു b1, സോറി a2 സെക്കൻഡ് ടേം π2 അല്ലേ? x3 റേസ് ടു b2, x4 റേസ് ടു c2 അങ്ങനെ വരും അല്ലേ? π3 ആകുമ്പോൾ അങ്ങനെ പോകും, താഴോട്ട് പോകും. പക്ഷെ ഞാൻ പറഞ്ഞു പൈൻ്റെ അകത്ത് എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് വേരിയബിൾസിൻ്റെ +1 ഉണ്ടാവും. നമ്മൾ ഇതിൽ എടുക്കുന്നത്
ഒരു MLT എന്നുള്ളത് മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ ഇതിലെടുക്കുന്നത് MLT എന്നുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എത്രയുണ്ട്? 3 ഉള്ളത് അല്ലേ. എമ്മിന്റെ വാല്യൂ എത്രയാണ്? M=3. M=3. നമ്മൾ ഈ എടുക്കുന്ന എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന എക്സാമ്പിൾ ആണ്. അതായത് പൈ എന്നുള്ളത് ഇതിൻ്റെ അകത്ത് റിപ്പീറ്റിംഗ് വേരിയബിൾസിനെ എണ്ണം നമ്മൾ എടുക്കുന്നത് x2, x3, x4 എന്നുള്ളതാണ്. അവിടെയുള്ള എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് എടുക്കുന്നു നമ്മൾ. അതായത് MLT എന്നുള്ള ഫണ്ടമെന്റൽ ആൻസർ മാത്രമാണ് ഇതുള്ളത് എന്നൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് π1 എങ്ങനെ എഴുതാം? x2, x3, x4 3 എഴുതി. പക്ഷെ ഞാൻ പറഞ്ഞു m+1 ടേം ഉണ്ടാവും ഓരോന്നിനകത്ത് അല്ലേ. there are m+1 ടേം ഇൻ ഈച്ച്. m+1 ടേം ഇൻ ഈച്ച്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു x5 കൂടി വരും. x5 അതിന് ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല, വെറും 5 മാത്രം. ഓക്കെ, അതിന് A1, B1, C1 അല്ലെങ്കിൽ A2, B2, C2 എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻസ്. ആ കോൺസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ചിട്ട് ഇത് കൊടുക്കും, കൊടുത്തിട്ട് π1 കണ്ടുപിടിക്കും, π2 അങ്ങനെ π2 കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് π1ന്റെ വാല്യൂ, π2ന്റെ വാല്യൂ, π3ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, നമ്മളെ ഇക്വേഷൻ കിട്ടുന്നു. ഇത്രയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, അധികം വിഷമമുള്ള കാര്യമല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് കാണുകയാണ്. ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് x2, x3, x4 എന്നൊക്കെ എടുത്തില്ലേ, അങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ല. അതിനൊരു ഇതുണ്ട്, ഒരു പെർട്ടിക്കുലർ സെലക്ഷൻ ക്രൈറ്റീരിയസ്. അതായത് റിപ്പീറ്റിംഗ് വേരിയബിൾ ഷുഡ് ബി ചൂസൺ സച്ച് എ വേ ദാറ്റ് വൺ വേരിയബിൾ കണ്ടെയ്ൻ ജോമെട്രിക് പ്രോപ്പർട്ടി, വൺ കണ്ടെയ്നിങ് ഫ്ലോ പ്രോപ്പർട്ടി, വൺ കണ്ടെയ്നിങ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്നു, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ജോമെട്രിക് ക്വാണ്ടിറ്റീസ്, കൈനമാറ്റിക് ക്വാണ്ടിറ്റീസ് അങ്ങനെയുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാൻ പാടുള്ളൂ? ഷുഡ് ബി ചൂസ് സച്ച് എ വേ ദാറ്റ് ഫസ്റ്റ് വൺ ജോമെട്രിക് ക്വാണ്ടിറ്റി, അതായത് ലെങ്ത്, ഡയമീറ്റർ, ആദ്യത്തെ ക്വാണ്ടിറ്റി അതായിരിക്കണം. സെക്കൻഡ് വേരിയബിൾ മസ്റ്റ് കണ്ടെയ്ൻ ഫ്ലോ പ്രോപ്പർട്ടി, വെലോസിറ്റി, ആക്സലറേഷൻ അങ്ങനെയുള്ള ടേമുകളായിരിക്കണം. തേർഡ് പ്രോപ്പർട്ടി മീൻസ് കണ്ടെയ്ൻ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി, മാസ്, ഡെൻസിറ്റി അങ്ങനെ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒറ്റ എക്സാമ്പിൾ അത് നോക്കിക്കോ, എങ്ങനെ ചെയ്യുന്നത്, ഡയമെൻഷണൽ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നത് ഒരു എക്സാമ്പിൾ ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അത് ശ്രദ്ധിക്കുക. ആ ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. റൈറ്റ്, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു, ഒന്ന് നോക്കിയേ. The resistance R experienced by a partially submerged body. Resistance ആണ് R is by a partially submerged body depends upon the velocity. It depends upon R depends upon velocity of the length of the body L. Question വായിച്ചു നോക്കാം. Velocity of the fluid, viscosity of the fluid mu, density of the fluid rho, and gravitational acceleration G. അപ്പോൾ R ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒബ്റ്റെയിൻ എ ഡയമെൻഷൻലെസ് എക്സ്പ്രഷൻ ഫോർ R. ആറിനൊരു ഡയമെൻഷണൽ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നു. സോ യു വാണ്ട് ടു ഫൈൻഡ് എ ഡയമെൻഷൻലെസ് ഇക്വേഷൻ ഫോർ റെസിസ്റ്റൻസ് R. ആസ് I said that it depends upon the velocity of the body. സോ നമുക്ക് എന്താ R എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? R is a function of velocity V, length of the body L, viscosity of the body mu, density of the fluid rho, and dimensional acceleration G. Right, so these are the number of variables inside the resistance. ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഡിപ്പെൻഡിങ് വേരിയബിൾ R ആണ്. നോൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? വെലോസിറ്റി, ലെങ്ത്, മ്യൂ, റോ, ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് G. Right, so these are the equation can be write in the form. From this equation can be written as 1. ഈ ക്വസ്റ്റ്യൻ നമുക്ക് 1 ആക്കി എടുക്കാം. റൈറ്റ്, അപ്പം അക്കോർഡിംഗ് ടു ബക്കിംഗ്ഹാംസ് പൈ തിയറം ആസ് ഐ എക്സ്പ്ലെയിൻഡ് ഏർലിയർ, നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എന്താണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം പറഞ്ഞിരിക്കുന്നത് ഈസ് കണ്ടെയ്ൻസ് n-m ടേമുകൾ ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് n? വാട്ട് ഈസ് n? ഇവിടെ n എത്രയുണ്ട്? R റെസിസ്റ്റൻസ് 1, വെലോസിറ്റി V, ലെങ്ത് L, വിസ്കോസിറ്റി mu, and density rho, and gravitational force G. 6 n terms. There are 6 number of variables അല്ലേ. സോ n is equal to 6. അപ്പോൾ m എന്താണ്? സ്മോൾ ലെറ്റർ m. വാട്ട് ഈസ് m? m is termed as the number of fundamental quantities or fundamental dimensions. റൈറ്റ്, എന്തൊക്കെയാണ് ഡയമെൻഷൻസ് ഉള്ളത്? ഓരോന്നിൻ്റെയും നമുക്ക് എഴുതി നോക്കണം, എന്നാലേ നമുക്ക് m എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ടോട്ടൽ നമുക്ക് m കയ്യിലുള്ള എത്രയാണ്? m, L, T, തീറ്റ അല്ലേ. ഈ 4 ടേംസ് ആണുള്ളത്. നമുക്ക് 4 നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്, ഡയമെൻഷൻസ്. റൈറ്റ്, സോ ഇതിൽ എത്രയുണ്ട്? നമുക്ക് ഈ ഇക്വേഷനിൽ എത്ര m വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് R, ഡയമെൻഷൻ ഓഫ് mu, L,
റോ ആൻഡ് ജി എക്സെട്ര ഓരോന്നിൻ്റെയും എഴുതി വെക്കാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, റെസിസ്റ്റൻസ് ആണ് MLT⁻², വിൻ്റെ നമുക്കറിയാം L⁻², ആസ് യു സ്റ്റഡീഡ് ഏർലിയർ. ന്യൂവിൻ്റെ അറിയാം MLT⁻⁻1 ആണ്. റോൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ജിയുടെ ഡയമെൻഷൻ അറിയാം. സോ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കണം. ആദ്യം എഴുതി വെച്ചിട്ട് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് എം, വാട്ട് ഇസ് ദ നമ്പർ ഓഫ്, അതിൻ്റെ എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. റൈറ്റ്, ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എം ഉണ്ട്. എം ഈസ് ദ ആൻഡ് എൽ ഈസ് ദ, ടി ഈസ് ദ, ഫൈൻ വെദർ തീറ്റ ഈസ് ദ. തീറ്റ ഉണ്ടോ? തീറ്റ ഇല്ല അല്ലേ? തീറ്റ ഇല്ല. സോ തീറ്റ ഇല്ല. ഇവിടെയുള്ളത് 3 numbers ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. സോ ഹിയർ n ഈസ് ഈക്വൽ 6 ആൻഡ് m ഈക്വൽ ടു 3 അല്ലേ? n ഈക്വൽ 6 ആൻഡ് m ഈക്വൽ ടു 3. സോ ദർ ആർ, according to Buckingham's pi theorem, there are n minus m number of non-dimensional terms, right? n minus m equal to 6. 6 minus 3 equal to 3. There are 3 numbers of non-dimensional terms here, right? It is shown here. n equal to 6 and m equal to 3 and total n minus m equal to 6. So there are 3 pi terms involved here. 3 pi terms involved ആണ് അല്ലേ? pi 1, pi 2, pi 3. 4 വരുമോ? ഇല്ലല്ലോ. 6 minus 3, n minus 1 equal to 6. 6 minus 3 equal to 3 മാത്രമാണ് വരുന്നത്. So there are 3 numbers of pi terms, Buckingham's theory പ്രകാരം. So we can write the equation as function f of, so we can write the equation as function of pi 1, pi 2, pi 3 equal to 0. Right? Pi 1, pi 2, pi 3 equal to 0. That is shown here. Right? ഇതാണ് ഇതിൻ്റെ ബേസിക് മെത്തേഡ്. എങ്ങനെയാണ് നമ്മൾ പൈ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്, ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ദ നോൺ ഡയമെൻഷണൽ ടേംസ് കണ്ടുപിടിക്കണം, n minus m term. റൈറ്റ്, ടു ഫൈൻഡ് ദ നോൺ ഡയമെൻഷണൽ m term, ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ് ഓർ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻവോൾവ് ഹിയർ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേരിയബിൾസ് n. അത് n എത്രയാണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഇക്വേഷൻ എഴുതി വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഡിപ്പെൻഡ്. ക്വസ്റ്റൻസിൽ പറഞ്ഞിരിക്കുന്നു, it depend upon the velocity v, length of the body l, viscosity of the body mu, density of the fluid rho, gravitational force g. അപ്പം 5 ടേമും റെസിസ്റ്റൻസും കൂടി 6 ആകുമ്പോൾ ഇപ്പോൾ ടോട്ടൽ ഇക്വേഷൻ ബോർഡിൽ ഇരിക്കുന്ന n വാല്യൂ ഈസ് ഈക്വൽ 6. റൈറ്റ്, thereafter you want to find the number of fundamental quantities involved, MLT തീറ്റ. നമ്മുടെ കയ്യിൽ 4 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അതിൽ ഏതൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. റൈറ്റ്, സോ ഫസ്റ്റ് thereafter we want to write the each fundamental quantities of each variable. ഓരോ വേരിയബിളിൻ്റെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇക്വേഷൻ എഴുതി വെക്കുക, ഡയമെൻഷൻ എഴുതി വെക്കുക. ആൻഡ് അവിടെ എത്ര ഇത് വരുന്നുണ്ട്, തീറ്റ വരുന്നുണ്ടോ, എം വരുന്നുണ്ടോ, ടി വരുന്നുണ്ടോ, എൽ വരുന്നുണ്ടോ നോക്കണം. സോ നമ്മുടെ കയ്യിൽ 4 ടേമുകളുള്ളത്. സോ ഹിയർ ഫോർ ദി ഇക്വേഷൻ വി ഹാവ് 3 number of fundamental quantities involved here. So total n minus m equal to 6 minus 3 equal to 3. So we can write the question as function f1 of pi 1, pi 2, pi 3 equal to 0. കിട്ടി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വേണ്ടത്, വി വാണ്ട് ടു റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് pi 1 equal to pi 2 equal to pi 3 equal to. pi 1 ഇക്വേഷൻ കണ്ടുപിടിക്കണം, pi 2 ഇക്വേഷൻ കണ്ടുപിടിക്കണം, pi 3 ഇക്വേഷൻ കണ്ടുപിടിക്കണം. റൈറ്റ്, ഫോർ ഫൈൻഡിങ് pi 1 എന്ത് കണ്ടുപിടിക്കണം? ആദ്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്. ഓരോ പൈൻ്റെ അകത്ത് വരുന്ന റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്നാണ് കണ്ടുപിടിക്കണം. റൈറ്റ്, റിപ്പീറ്റിംഗ് വേരിയബിൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു? നേരത്തെ പറഞ്ഞിരിക്കുന്നത് 3 number of വേരിയബിൾസ്. അത് അങ്ങനെ 3 number of വേരിയബിൾസ് ഉണ്ടെങ്കിൽ പൈൻ്റെ ഉള്ള എത്ര ഉണ്ടാവും? 3 + 1, m+1 നമ്പർ ഓഫ് വേരിയബിൾസ് എന്തിലുണ്ടാവും? പൈൻ്റെ അകത്ത് ഉണ്ടാവും. എം എത്രയാണോ അതിൻ്റെ 1 അധികമായിരിക്കും നമ്പർ ഓഫ് വേരിയബിൾസ് അകത്ത് ഉണ്ടാകുന്നത്. സോ ഇവിടെ എം എത്രയാണ്? 3. m is equal to 3. റൈറ്റ്, m 3 ആണ്. സോ ഹിയർ ഒക്കേഴ്സ് ഇതിനകത്ത് നിന്നുണ്ടാവും m+1 നമ്പർ ഓഫ് ടേമുകൾ ഉണ്ടാവും ഈച്ച് പൈൻ്റെ അകത്തും. റൈറ്റ്, അപ്പോൾ അങ്ങനെ എടുക്കുന്ന ക്രൈറ്റീരിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്? ദ ഫസ്റ്റ് വൺ മസ്റ്റ് കണ്ടെയ്ൻ എന്തിനുണ്ടാവണം? ദ ഫസ്റ്റ് repeating variable must be in a geometric property like length, diameter, height, h, etc. ആ ഒരു റേഞ്ചിലായിരിക്കണം. ദ സെക്കൻഡ് വേരിയബിൾ മസ്റ്റ് കണ്ടെയ്ൻ എ ഫ്ലോ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് വെലോസിറ്റി v, ആക്സലറേഷൻ, എക്സെട്ര. ആൻഡ് തേർഡ് വേരിയബിൾ മസ്റ്റ് ഹാവ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി, മാസ്, ഡെൻസിറ്റി, വെയിറ്റ്, ഡൈനാമിക് വിസ്കോസിറ്റി, എക്സെട്ര. ആ ഒരു റേഞ്ചിലായിരിക്കണം സെലക്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കും. നമ്മുടെ കയ്യിൽ ഇത്രയും വേരിയബിൾസ് ഉണ്ട്. എത്ര വേരിയബിൾസ് ഉണ്ട്? എൽ, വി, ന്യൂ, റോ ആൻഡ് ജി, ഇത്രയുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് pi 1 ഇക്വേഷൻ എഴുതി നോക്കാം എങ്ങനെ വരുന്നത്. സോ pi 1 equal to ഫസ്റ്റ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി എ ജോമെട്രിക് ക്വാണ്ടിറ്റി അല്ലേ? ഫസ്റ്റ് വേരിയബിൾ മസ്റ്റ് ബി എ ജോമെട്രിക് ക്വാണ്ടിറ്റി. ഇതിൽ ജോമെട്രിക് ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത് ആണല്ലേ? ലെങ്ത്. സോ ലെങ്ത് എൽ. ഫസ്റ്റ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി എ ലെങ്ത്. സെക്കൻഡ് എന്താണ് എടുക്കേണ്ടത്? വെലോസിറ്റി, വോളിയം ഉണ്ട് വി. റൈറ്റ്,
വോളിയം അവിടെയുണ്ട്. സോ വി ക്യാൻ ടേക്ക് വോളിയം. സെക്കൻഡ് പ്രോപ്പർട്ടി എടുക്കുന്നത് ഫ്ലോ പ്രോപ്പർട്ടി വ്യൂ. തേർഡ് വൺ ഇസ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് എടുക്കാം. അവിടെ ഉള്ളത് mu is the, rho is the, g is the. We can take mu or rho. We can take mu or rho. Here it is taken as rho. Rho ആണ് എടുത്തിരിക്കുന്നത്. Density is taken as rho. So that 3 number of നമ്മൾ ആദ്യം എടുത്തു. 3 കണ്ടീഷൻ വെച്ചിട്ട് ക്രൈറ്റീരിയ വെച്ചിട്ട് 3 നമ്പർ ഓഫ് ഇതെടുത്തു. സെലക്ഷൻ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എടുത്തു. ഞാൻ പറഞ്ഞു എത്ര നമ്മുടെ കയ്യിൽ എം വാല്യൂ ഉണ്ടോ അതിനേക്കാൾ ഒന്നും അധികമായിരിക്കും ഇതിനകത്തുണ്ടെന്ന വേരിയബിൾസ്, റൈറ്റ്? സോ വി ക്യാൻ ടൈക്ക് ഒരു എക്സ്ട്രാ ടേം കൂടി വേണം. അത് നമുക്ക് എങ്ങനെയാണെന്ന് രണ്ടാമത് നോക്കാം, ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. പൈ 2 നമുക്ക് എടുക്കാം. എടുത്തതിന് സെയിം ആണ് എടുക്കണം കേട്ടോ. എൽ വി റോ. പൈ 3 ഈക്വൽ ടു എൽ വി റോ, റൈറ്റ്? ഇതിനെന്ത് കൊടുക്കാം? A1 B1 C1. ഹിയർ A2 B2 C2. A3 B3 C3, റൈറ്റ്? അപ്പം 3 ടേം കണ്ടുപിടിച്ചു. അപ്പം ബാക്കിയുള്ള ടേം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അധികമായി എത്ര ടേം ഉണ്ടോ അത് ഇവിടെ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ സിംപിളി പുട്ടിങ് ദ അതർ ടേംസ്. നമ്മൾ അടുത്തുള്ള വേരിയബിൾ എത്രയാണോ അത് ഇവിടെ കുട്ടികൾക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും കൊടുത്താൽ എൽ എടുത്തു, വി എടുത്തു, റോ എടുത്തു. ബാക്കി ടേം എന്തൊക്കെയാണ്? എൽ ഈസ് ടേക്കൺ, വി ഈസ് ടേക്കൺ ആൻഡ് റോ ഈസ് ടേക്കൺ. അടുത്തുള്ളത് ആർ മ്യൂ ആൻഡ് ജി. ആർ മ്യൂ ആൻഡ് ജി ആണ് എക്സ്ട്രാ വരുന്ന ടേമുകൾ. അത് ജസ്റ്റ് അവിടെ ഇട്ട് കൊടുക്കാം. ആർ മ്യൂ ആൻഡ് ജി. അതിന് C2 C3 അല്ലെങ്കിൽ D1 D2 D3 എന്നതിൻ്റെ കാര്യമുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൈ 1 പൈ 2 പൈ 3 പൈ 1 പൈ 2 പൈ 3. ഫസ്റ്റ് വൺ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് വേരിയബിൾസ്. And thereafter we want to find the value of A1 B1 C1, A2 B2 C2, A3 B3 C3. ഇതിൻ്റെ അതിന് വാല്യൂ ആണ്. ജസ്റ്റ് പുട്ട് ദ വാല്യൂസ് ഇൻസൈഡ് ദി equation and find the value of pi 1, pi 2 and pi 3. Thereafter put the value of pi 1, pi 2, pi 3 here. F1 of pi 1, pi 2, pi 3 equal to 0 എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ we will get the answer. We will get the solution for the derivation. So എങ്ങനെയാണ് pi 1, pi 2, pi 3 എടുക്കുന്നത്? How we can find the value of pi 1, pi 2, pi 3? How we can find the value of pi 1, pi 2, pi 3? First take pi 1. Definition of pi 1 എടുക്കാം. According to principle of homogeneity, principle of dimensional homogeneity, ഞാൻ പറഞ്ഞു നമ്മൾ dimensional homogeneity എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? റോ ഈക്വൽ ടു മാസ് ബൈ വെലോസിറ്റി, റോ ഈക്വൽ ടു ml -3. അറിയാം, മാസിൻ്റെത് m ആണെന്ന് അറിയാം, എല്ലിൻ്റെത് വെലോസിറ്റി n ക്യൂബ് ആണെന്ന് അറിയാം. സോ വി ക്യാൻ ഇക്വേഷൻ ആസ് ml⁻³ ഈക്വൽ ടു ml⁻3. As I said that the equation is dimensionally homogeneous. Dimensionally homogeneous. ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിയസ് ആണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ വി ഫോർ ഫൈൻഡിങ് ദ പൈ 1 വാല്യൂ, വി ക്യാൻ റൈറ്റ് ദ പൈ 1 ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതി നോക്കാം. പൈ 1 ഈക്വൽ ടു L raised to A1, V raised to B1, rho raised to C1 into R, right? ശരിയല്ലേ? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ദിസ് ഫോം ഇൻ ടു ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷനിലേക്ക് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ദിസ് ഇക്വേഷൻ ഇൻ ടു ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഫണ്ടമെന്റൽ ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ പൈ 1ന് ഫണ്ട് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ആസ് M0 L0 T0. തീറ്റ എവിടെ ഉണ്ടോ? തീറ്റ ഉണ്ടായിരുന്നല്ലോ, ഇല്ല. സോ റൈറ്റ് ഈച്ച് ഫണ്ടമെന്റൽ കണ്ടിച്ച് ഓഫ് ഈച്ച് ക്വാണ്ടിറ്റി ആൻഡ് പുട്ട് ദ വാല്യൂ ഓഫ് പവർ A1 ടു ഈച്ച് വൺ. എല്ലിൻ്റെ എന്താണ്? ലെങ്ത് ആണ്, അറിയാം അല്ലേ? ലെങ്ത് L A1. സെക്കൻഡ് വൺ വെലോസിറ്റി, റൈറ്റ്? വെലോസിറ്റി ആണ്, വോളിയമാണ് അല്ലേ? ആ വോളിയം ആണ്. അതിന് ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാം. വോളിയത്തിന് LT⁻⁻1. അതെങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം, റൈറ്റ്? B1 വോളിയം തന്നെയാണ്, വിസ്കോസിറ്റി ആണെന്ന് നോക്കാം. തേർഡ് വൺ ഈസ് L³ ആണല്ലേ? വോളിയത്തിൻ്റെ L³. സോ യു ക്യാൻ റൈറ്റ് L³ എന്ന് എഴുതി വെക്കാം, റൈറ്റ്? thereafter തേർഡ് വൺ ml⁻³ ഫോർ അടുത്ത ക്വാണ്ടിറ്റി. ആൻഡ് ലാസ്റ്റ് ക്വാണ്ടിറ്റി ആറിൻ്റെ വാല്യൂ. ആറിന് പവർ ഇല്ല അല്ലേ? പവർ ഇല്ല. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ദ ഡയമെൻഷൻ ഓൺലി. ആറിൻ്റെ നമുക്കറിയാം, റെസിസ്റ്റൻസ് ഡയമെൻഷൻ നേരത്തെ പറഞ്ഞിട്ട് ഫ്രം ടേബിൾ വി ക്യാൻ റൈറ്റ് ആസ് ml⁻². ഇക്വേറ്റ് ദ ഇക്വേഷൻ. നമ്മളിവിടെ എമ്മിന് 0 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം ഓരോന്നിൻ്റെയും എമ്മിൻ്റെ വാല്യൂ, എമ്മിൻ്റെ പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് A1 വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A1 ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് B1 ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് C1. അങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നമുക്ക് അടുത്ത അവർ ഡിസ്കസ് ചെയ്യാം. സോ I think time is up. So we can discuss in our next class. Second hour on the next.